വേനൽ അവധിക്ക് ശേഷം സംസ്ഥാനത്തെ സ്കൂളുകളൊക്കെ തുറന്നു. പുത്തൻ ഉടുപ്പും ബാഗും കുടയുമൊക്കെയായി കുഞ്ഞുങ്ങൾ സ്കൂളിലെത്തിയിട്ടുണ്ട്. എല്ലാ വിദ്യാലയങ്ങളിലും പ്രവേശനോത്സവം നടത്തിയാണ് നവാഗതരെ വരവേറ്റത്. സംസ്ഥാനതല പ്രവേശനോത്സവം തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനമൊക്കെ ചെയ്തിട്ടുണ്ട്. വിവരങ്ങളുമായി അപർണ കേസ് ചേരുന്നുണ്ട്. അപർണ, പ്രവേശനോത്സവ ചടങ്ങുകളൊക്കെ പൂർത്തിയായോ? മറ്റെന്തൊക്കെ പരിപാടികളാണ് ഇനി നടക്കാനുള്ളത്? എന്തൊക്കെയാണ് പ്രവേശനോത്സവ വിശേഷങ്ങൾ? അരുണിമ, പാഠമൊന്ന് പുതിയ വിദ്യാലയം എന്ന ആശയത്തോടു കൂടിയാണ് സംസ്ഥാനത്തെ സ്കൂളുകൾ ഇന്ന് വീണ്ടും തുറന്നിരിക്കുന്നത്. ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇപ്പോൾ സംസ്ഥാനതല പ്രവേശനോത്സവം പരിപാടികളെല്ലാം തന്നെ അവസാനിച്ചിരിക്കുകയാണ്. മുഖ്യമന്ത്രി വി ഡി സതീശനാണ് ഈ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചത്. പൊതു വിദ്യാഭ്യാസ മന്ത്രി എൻ ശംസുദ്ദീനാണ് ഇതിന് അധ്യക്ഷത വഹിച്ചത്. മറ്റ് മന്ത്രിമാരായ കെ മുരളീധരൻ അടക്കമുള്ളവർ ഇവിടെ സന്നിഹിതരായിരുന്നു. എല്ലാവരും തന്നെ വളരെ വലിയ ആശയങ്ങളാണ് കുട്ടികളുമൊക്കെ പങ്കുവെച്ചത്. വളരെ സന്തോഷം നിറഞ്ഞ ഒരു ദിവസം തന്നെയായിരുന്നു. പുതിയ കുട്ടികൾക്ക് പഠനോപകരണ വിതരണവും ഇവിടെ നടക്കുകയുണ്ടായി. അത് മാത്രമല്ല, മറ്റ് രാജ്യങ്ങളിൽ നിന്ന് കൂടി കുട്ടികൾ കേരളത്തിലെത്തി പഠിക്കുന്ന ഒരു രീതിയിലേക്ക് നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ മാറ്റുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ ഈ വേദിയിൽ വെച്ച് പറയുകയുണ്ടായി. കൂടാതെ തന്നെ ലഹരിക്കെതിരെ ശക്തമായ രീതിയിലുള്ള പരിപാടികൾ സംഘടിപ്പിക്കണം. സ്കൂളുകൾ അതിന് പ്രത്യേക ശ്രദ്ധ ചെലുത്തണം. നമ്മുടെ വിദ്യാർത്ഥികളെ ലഹരിയുടെ പിടിയിൽ അകപ്പെടാൻ അനുവദിക്കാതിരിക്കാനുള്ള മാർഗങ്ങൾ സ്വീകരിക്കണം തുടങ്ങിയ സന്ദേശങ്ങളാണ് മന്ത്രിമാരടക്കമുള്ളവർ ഇവിടെ പങ്കുവച്ച് വളരെ വിപുലമായ പരിപാടികളാണ് ഇവിടെ സംഘടിപ്പിച്ചത്. പരിപാടി കൃത്യം 10 മണിയോടുകൂടി തന്നെ ആരംഭിച്ചു. പുതുതായി ചേർന്ന കുട്ടികൾക്ക് ഇവിടെ പഠനോപകരണ വിതരണം മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിച്ചു. മറ്റ് കലാപരിപാടികളും ഇവിടെ ആരെങ്കിലുണ്ടായിരുന്നു. ശരി, വ്യക്തമാണ്. എന്തായാലും പുതിയൊരു അധ്യയന വർഷത്തിനു കൂടി തുടക്കമായിരിക്കുകയാണ്. 44 ലക്ഷത്തോളം വിദ്യാർത്ഥികളാണ് ഇത്തവണ സ്കൂളിൽ എത്തിയിട്ടുള്ളത്. എന്തായാലും വലിയ രീതിയിലുള്ള ആഘോഷത്തോടു കൂടി തന്നെ വലിയ കളറാക്കാൻ തന്നെയാണ് സംസ്ഥാന സർക്കാർ ഇത്തവണത്തെ പ്രവേശനോത്സവം സ്കൂൾ തുറപ്പുമൊക്കെ നടത്തിയിട്ടുള്ളത്. കോഴിക്കോട് നിന്നും റിയാസ് KMR നമുക്കൊപ്പം ചേരുന്നുണ്ട്. റിയാസ്, അങ്ങനെ പുതിയൊരു അധ്യയന വർഷത്തിന് തുടക്കമായിരിക്കുകയാണ്. കുരുന്നുകളൊക്കെ സ്കൂളിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. എന്തൊക്കെയാണ് പ്രവേശനോത്സവത്തിന്റെ വിശേഷങ്ങൾ? തീർച്ചയായും, കാരണം കുട്ടികളെല്ലാം തന്നെ ആവേശത്തോടെ ചില കുട്ടികൾ സ്കൂളുകളിൽ പ്രവേശനോത്സവത്തിനെത്തിയപ്പോൾ ചില കുട്ടികൾ ഇപ്പോഴും അച്ഛനും അമ്മയും ഒക്കെ അവിടെ കുടുവിട്ട് മടങ്ങുന്നതിന്റെ ഒരു വേദന, അതിലുള്ള അവരുടെ ചിണുങ്ങലും കരച്ചിലുകളും ഒക്കെ നമുക്ക് സ്കൂൾ പ്രവേശനോത്സവ ദിവസം സ്കൂളുകളിൽ നിന്ന് കാണാൻ കഴിഞ്ഞു. കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ച് സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം നടന്നത് നടുവണ്ണൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. പ്രവേശനോത്സവ ചടങ്ങ് MK രാഘവൻ MP ആണ് ഉദ്ഘാടനം ചെയ്തത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മില്ലി മോഹൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ബാലുശ്ശേരി MLA VT സൂരജ് മുഖ്യാതിഥിയായി. ഒപ്പം തന്നെ അവിടെ പഠന കിറ്റ് വിതരണം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KK നവാസ് നിർവഹിച്ചപ്പോൾ സമ്മാന വിതരണം സ്ഥിരസമിതി അധ്യക്ഷ റീമ കുന്നുമലും, യൂണിഫോം വിതരണം നടുവണ്ണൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ഷൈജ മുരളിയും നിർവഹിച്ചു. ഒപ്പം നമ്മൾ പ്രധാനമായും പോയ മറ്റൊരിടം എന്ന് പറയുന്നത് പുതിയങ്ങാടി GMUP സ്കൂളാണ്. ഒരു സർക്കാർ വിദ്യാലയമാണ്. ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ കുട്ടികൾ ഒരുപക്ഷെ പ്രവേശനം നേടിയ 100ഓളം കുട്ടികൾ പ്രവേശനം നേടിയ ഈ വർഷം മാത്രം പ്രവേശനത്തിന് എത്തിയ ഒരു വിദ്യാലയമാണ് ഈ പുതിയങ്ങാടി GMUP സ്കൂൾ എന്ന് പറയുന്ന സർക്കാർ വിദ്യാലയം. അതായത് സർക്കാർ വിദ്യാലയങ്ങളൊക്കെ അക്കാദമിക് തലത്തിൽ ഒക്കെ വന്ന വലിയ മാറ്റം, ഒപ്പം തന്നെ സർക്കാർ വിദ്യാലയങ്ങളുടെ പശ്ചാത്തല സംവിധാനത്തിൽ വന്ന മാറ്റം, അതൊക്കെ കൃത്യമായി പ്രകടമാകുന്ന രീതിയിലുള്ള ഒരു പ്രവേശനോത്സവമാണ് ഇത്തവണ സർക്കാർ വിദ്യാലയങ്ങളിലായാലും മറ്റ് പൊതുവിദ്യാലയങ്ങളിലായാലും നടന്നത്. സാധാരണക്കാരുടെ മക്കൾ അച്ഛന്റെയും അമ്മയുടെയും അല്ലെങ്കിൽ ഉപ്പയുടെയും ഉമ്മയുടെയും കൈപിടിച്ച് വന്ന കുടുംബാംഗങ്ങളുടെ കൈപിടിച്ച് വിദ്യാലയത്തിലേക്ക് എത്തി അവരെ സംബന്ധിച്ച് അധ്യാപകർ അവരെ സമ്മാനങ്ങൾ നൽകി സ്വീകരിക്കുന്നു. വർണ്ണാഭമായിട്ടുള്ള സമ്മാനങ്ങൾ അവർക്ക് നൽകുന്നു. അത് നൽകി അവരെ സ്വീകരിക്കുന്നു. മധുര പലഹാരങ്ങൾ നൽകുന്നു. മാത്രമല്ല അവരെ വരവേൽക്കാനായി പാട്ടും
നൃത്തവും അടങ്ങിയ കലാപരിപാടികളോടുകൂടി പ്രവേശനോത്സവം കെങ്കേമമാക്കുന്ന ഒരു കാഴ്ച നമുക്ക് വിദ്യാലയങ്ങളിൽ നിന്ന് കാണാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അങ്ങനെ പുതിയൊരു അധ്യയന വർഷം കൂടി തുടങ്ങുകയാണ്. ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച് അവന്റെ ജീവിതത്തിൽ ഒരു പുതുവർഷം അക്ഷര വെളിച്ചത്തിലേക്ക് അവൻ ചുവടുവെക്കുന്ന അല്ലെങ്കിൽ അവൾ ചുവടുവെക്കുന്ന ഒരു സുന്ദരമായ ഒരു നിമിഷം കൂടിയാണ് ഈ ഒരു ദിനം എന്ന് പറയുന്നത്. അതിന്റെ ഒരു മനോഹരമായ കാഴ്ച കോഴിക്കോട് നഗരത്തിലെയും ഗ്രാമത്തിലെയും വ്യത്യാസമില്ലാതെ എല്ലാ വിദ്യാലയങ്ങളിലും കാണാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. പ്രവേശനോത്സവത്തിന്റെ ചടങ്ങുകൾ ഇപ്പോഴും പല സ്കൂളുകളിലും അവിടെ പുരോഗമിക്കുകയാണ്. പലയിടത്തും പുരോഗമിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒപ്പം തന്നെ പുതിയ വർഷത്തിൽ പുതിയ കൂട്ടുകാരും ഒക്കെയായി പുതിയൊരു ഇടത്ത് അവർ വീണ്ടും പഠനത്തിന്റെ കാലത്തിലേക്ക് പോവുകയാണ്. കുട്ടികളെ സംബന്ധിച്ച് 1ാം ക്ലാസ്സിലേക്കൊക്കെ വരുന്ന കുട്ടികളെ സംബന്ധിച്ച് അവരുടെ ജീവിതത്തിലെ പുതിയൊരു കാലമാണ്. കാരണം ഇത്രയും കാലം അച്ഛനമ്മമാർക്കൊപ്പം ചെലവഴിച്ച മാതാപിതാക്കൾക്കൊപ്പം ചെലവഴിച്ച് കളിച്ചുല്ലസിച്ചിരുന്ന നാളുകളിൽ നിന്നും വിഭിന്നമായി ഇനിയിപ്പോൾ പഠനത്തിന്റെ മണിക്കൂറുകളാണ്. രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 4 മണി വരെയുള്ള ക്ലാസ് സമയം ഉണ്ടാകുന്നു അവരുടെ ജീവിതത്തിൽ. അവർക്ക് പുതിയൊരു ജീവിതം ഉണ്ടാകുന്നു, പുതിയ കൂട്ടുകാർ വരുന്നു, അധ്യാപകർ രക്ഷിതാക്കളുടെ സ്ഥാനത്ത് മറ്റൊരു രക്ഷിതാക്കൾ കൂടി വരുന്നു, അധ്യാപകരുടെ നേതൃത്വത്തിൽ ഒരു രക്ഷാകർത്തൃ സംവിധാനം വരുന്നു. അങ്ങനെ മനോഹരമായ രീതിയിലേക്ക് കുട്ടികൾ പോകുന്ന ഒരു കാഴ്ച കൂടിയാണ് ഈ പ്രവേശനോത്സവത്തിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത്. ശരി, വ്യക്തമാണ്. എന്തായാലും സംസ്ഥാനത്തെ സ്കൂൾ തുറന്നിരിക്കുകയാണ്. പുതിയൊരു അധ്യയന വർഷത്തിന് കൂടി തുടക്കമാവുകയാണ്. സംസ്ഥാനതല പ്രവേശനോത്സവം ഒക്കെ തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് മോഡൽ ഹൈസ്കൂളിൽ മുഖ്യമന്ത്രി വി ഡി സതീശനാണ് നിർവഹിച്ചിട്ടുള്ളത്. അങ്ങനെ പുതിയ സൗഹൃദത്തിനും പുതിയ പ്രതീക്ഷകളുമൊക്കെ ആയിട്ട് നവാഗതർ ഉൾപ്പെടെ എല്ലാ കുട്ടികളും ഇപ്പോൾ സ്കൂളിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. എല്ലാവർക്കും ആശംസകൾ തന്നെ നേരുകയാണ്. കൂടുതൽ വിവരങ്ങൾ നൽകിയത് അപർണ കേസും കോഴിക്കോട് നിന്നും റിയാസ് KM ആറുമാണ്.